എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓണസദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പയർ തോരൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം കൂടി നമുക്ക് ഓണസദ്യയിലേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് പയർ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു 2-3 കഷ്ണം വെളുത്തുള്ളിയും കൂടി നല്ലതുപോലെ ഒന്ന് ചതച്ചതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു പ്രത്യേക സ്വാദാണ് മൺചട്ടിയിൽ ഇതുപോലെ തോരനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം മൺചട്ടി വെക്കുക, അതിലേക്ക് നല്ല ശുദ്ധമായ പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മുളകൊന്ന് നല്ലതുപോലെ മൂക്കുന്ന ആ മൂക്കിലേക്ക് ഒരു കുത്തുമണം വരണം. അത്രയും നേരം നമ്മൾ ഒന്ന് മൂപ്പിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ, ഉള്ളി മൂപ്പിച്ച കറിയുടെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കപ്പ് അളവിൽ നാളികേരം അല്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നല്ലതുപോലെ ഈ മുളകൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള പയർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ 1/2 സ്പൂൺ മുതൽ 1/4 സ്പൂൺ വരെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഇതിന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ എല്ലാതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പയർ ഒന്ന് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് നേരം വരെ നമുക്കിതൊന്നും മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തോരൻ്റെ ഒരു വേവായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ജസ്റ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരത്തേക്കും കൂടി അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ പയർ തോരൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പയർ തോരനാണ്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ് ഈ തോരൻ കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് ചേർക്കാതെ എണ്ണയിൽ എന്നിട്ട് വാട്ടിയെടുക്കണോണ്ട് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ്, ഉള്ളിയിലൊക്കെ ആ ഒരു ടേസ്റ്റും നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് നോക്കുക. ഓണസദ്യയിലേക്ക് ഒരു പുതിയൊരു ഐറ്റം കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ടേസ്റ്റി കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓണസദ്യയിൽ വിളമ്പാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയും അതുപോലെ തന്നെ തൈര് പച്ചടി, സാമ്പാർ, ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.